ജനം ഡിബേറ്റിലെ പരാമർശത്തിൽ റിമാൻഡിൽ കഴിയുന്ന പി.സി. ജോർജ് നൽകിയ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിലാണ് പി.സി. ജോർജ് വീണ്ടും ജാമ്യ ഹർജി നൽകിയത്. അതേസമയം പി.സി. ജോർജ് ഇപ്പോഴും മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ്. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, പി.സിയുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി വീണ്ടും പരിഗണിക്കും. അതോടൊപ്പം അദ്ദേഹം ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലും തുടരുകയാണ്. മറ്റ് വിശദാംശങ്ങൾ. ഇന്ന് 11 മണിയോടെയാണ് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഇത്തരത്തിൽ പി.സി. ജോർജ് കേസ് വീണ്ടും എത്തുന്നത്. ഈ കോടതിയിൽ തന്നെയാണ് ഹാജരാവുകയും ചെയ്തിരുന്നത് നേരത്തെ പി.സി. ജോർജ്. ഇന്ന് 11 മണിയോടുകൂടി കേസ് പരിഗണിക്കുമെന്നാണ്. നേരത്തെ ഹാജരായ സമയത്ത് തന്നെ ഇത്തരത്തിൽ ഇവിടെ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നെങ്കിലും അത് തള്ളുകയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം അത് വ്യത്യസ്തമാണ്. പ്രത്യേകിച്ച് പി.സിയുടെ ആരോഗ്യനില സംബന്ധിച്ചൊക്കെ വലിയ പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, റിമാൻഡിൽ ആയതിനു ശേഷമുള്ള ആദ്യത്തെ ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടി കൂടിയാണ്. ഇതോടകം പോലീസിനോടും റിപ്പോർട്ട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ റിപ്പോർട്ടും ഇന്ന് രാവിലെ കോടതിക്ക് മുമ്പിലെത്തും. ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു നടപടിയിലേക്ക് കോടതി എത്തുക. പ്രത്യേകിച്ച് പിന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി പരിഗണിക്കുന്ന വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് കൂടി കോടതി പരിഗണിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് സംബന്ധിച്ച് അന്വേഷണം മൊഴി ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാര്യം കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത് വെറും 4 മണിക്കൂർ മാത്രമാണ് പോലീസിനെ കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുള്ളത്. ഇതിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മൊഴി പോലീസിന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൊഴിയിൽ പി.സി. ജോർജ് പറഞ്ഞിരിക്കുന്നത്, ഇത് ചാനൽ ചർച്ചയ്ക്കിടെ പ്രകോപിപ്പിച്ചതിനെ തുടർന്നുണ്ടായ ഒരു നാക്കുപിഴയാണ് സംഭവിച്ചത്. അത് മാത്രമല്ല, ഇത് സംഭവിച്ചതിന് തൊട്ട് പിന്നാലെ തന്നെ താൻ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു മൊഴിയാണ് പാലാ ഡിവൈഎസ്പിക്ക് പി.സി. ജോർജ് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ലാപ്ടോപ്പും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്, അന്വേഷണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒരു പുരോഗതി എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഈ ഹാജരായ ദിവസം 3 തവണയാണ് പി.സി. ജോർജിനെ ഇത്തരത്തിൽ വിവിധ ആശുപത്രിയിൽ എത്തിച്ച് ആരോഗ്യ പരിശോധന നടത്തിയത്, വൈദ്യ പരിശോധന നടത്തിയത്. ഇതിൽ ഈ പ്രധാനമായും ECG വേരിയേഷനും ഉയർന്ന രക്തസമ്മർദ്ദവും എല്ലാമാണ് പി.സി. ജോർജിന്റെ ആരോഗ്യത്തിന് വെല്ലുവിളിയായി നിന്നിരുന്നത്. ഒപ്പം തന്നെ പ്രമേഹത്തെ തുടർന്നുണ്ടായ ഒരു അനാരോഗ്യ ഇദ്ദേഹത്തിന് അലട്ടുന്നുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അവിടുത്തെ വിദഗ്ധ സംഘം പരിശോധനയ്ക്ക് ശേഷം ICUവിലേക്ക് മാറ്റാനും നിർദ്ദേശിക്കുകയായിരുന്നു. ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നതെങ്കിലും ആശുപത്രി വിടാനുള്ള ഒരു സമയമായിട്ടില്ല എന്നുള്ളതാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും പി.സി. ജോർജിനെ ഇന്നത്തെ ജാമ്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് കോടതി നീങ്ങുക.